തിരുവനന്തപുരം ജില്ലയിലെ രാജാജി നഗർ, പഴയ പേര് ചെങ്കൽച്ചൂള. ഇവിടെ ജനിച്ചു വളർന്ന 9ാം തരം മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള എസ് ധനുജകുമാരിയുടെ ജീവിതകഥ ഇന്ന് കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുണ്ട്. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന ഈ ഹരിതകർമ്മ സേനാംഗം എഴുത്തിലൂടെ സമൂഹത്തിന്റെ മാലിന്യം നീക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. വളർന്ന് ചേരിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും കഥ. ചെങ്കൽച്ചൂള എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് കയറി വരിക മദ്യപാനികളുടെ, അടിപിടി കേസുകാരുടെ, ഗുണ്ടകളുടെ, സൂപ്പർ സ്റ്റാർ നടന്മാരുടെ ഫാൻസുകാരായ യുവാക്കളുടെ, കറുത്ത മനുഷ്യരുടെ, എന്തു ചെയ്യാനും മടിയില്ലാത്തവരുടെ ഒരു കോളനി പ്രദേശമായിരിക്കും. മറ്റുള്ളവർ ഇവിടെ എങ്ങനെ കണ്ടാലും ഞങ്ങൾക്കിവിടെ സ്വർഗമാണെന്ന് കൂടി കൂട്ടത്തിൽ പറയട്ടെ. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ഹരിജൻ കോളനിയിലെ സ്ത്രീകളും അവരുടേതായ വിഷമങ്ങളും, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ അവരിന്ന് അനുഭവിക്കുന്ന ആ ഒരു ജീവിതം തന്നെയാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. ആകെപ്പാടെയുള്ള സമ്പത്തെന്ന് പറയുന്നത് കലയാണ്. ദൈവം തന്ന കല. അത് വെച്ച് എന്തെങ്കിലും ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. മോനെ കലാമണ്ഡലത്തിലേക്ക് യാത്രയാക്കുമ്പോൾ ഇവിടെ കോളനിയിൽ ഒരു ഉത്സവമായിരുന്നു. 2006 കേരള കലാമണ്ഡലത്തിൽ ഞങ്ങൾ മോനെ പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. കാരണം അപ്പോൾ എൻ്റെ മകൻ്റെ പേരിന് മുൻവശത്ത് കലാമണ്ഡലം നിതീഷ് എന്ന് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു. മകനോട് മോൻ്റെ ജാതി ചോദിക്കുകയും അവനെ ജാതീയമായി അധിക്ഷേപിക്കുകയും കോളനിയുടെ പേരിൽ അവനെ അധിക്ഷേപിക്കുകയും അവനെ അവിടുത്തെ സീനിയേഴ്സിനെ വിട്ട് അടിക്കുകയും വയറിട്ട് വരെ അവനെ കെട്ടി ഒരുപാട് അവനെ ഉപദ്രവിച്ചു. അപ്പോൾ അവൻ എന്നെ ഒരു ദിവസം രാത്രി വിളിച്ച് ചോദിക്കുക, അമ്മ നമ്മുടെ ജാതി എന്താണ്? എന്നിട്ട് മോൻ എന്താ ഇപ്പോൾ ജാതി ചോദിക്കാൻ കാരണം? അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന പിള്ളേരെ ഓരോരുത്തരെ അധ്യാപകൻ കാണിച്ചു കൊടുത്തു. ഇത് മാരാർ, കൈമള്, നായർ, ബ്രാഹ്മൺസ്, ഇങ്ങനെ ഓരോ ജാതി. ഇവൻ്റെ കൂടെ ഇരുന്ന് കൊട്ടാൻ പറയാനായ നിനക്ക് യോഗ്യതയില്ല. നീ പറയാനാണ്, ഞങ്ങൾ പറയാനാണ്. പുറത്തുള്ളവർ വിചാരിക്കും എപ്പോഴും ബഹളവും പ്രശ്നങ്ങളുമുള്ള ഇവിടെ എങ്ങനെ ആളുകൾ ജീവിക്കുന്നെന്ന്. എന്നാൽ ഇവിടെയുള്ളവരുടെ സഹകരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു വയറ്റിൽ പിറക്കണമെന്നില്ല, എല്ലാവരും സ്വന്തക്കാരും ബന്ധക്കാരുമാണ്. ജീവിതകഥകൾ പറയുന്ന പുസ്തകങ്ങൾ ഓരോന്നും ഓരോ പാഠങ്ങളാണ്. ധനുജകുമാരി എഴുതി ചേർത്ത ഈ പാഠങ്ങൾ ഇന്ന് കണ്ണൂർ സർവകലാശാലയിൽ BA-ക്കും കാലിക്കറ്റ് സർവകലാശാലയിൽ MA-ക്കും പഠിക്കാനുണ്ട്. ചെങ്കൽച്ചൂളയിലെ പെണ്ണെഴുത്ത് തേടി വരുന്നവരോടും ധനുജകുമാരിക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ആവശ്യങ്ങൾ, ഇവിടുത്തുകാർ ജീവിക്കാൻ വേണ്ടി അവർ പലവിധമായ തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ തൊഴിലുകൾ നിലനിർത്തുക. പിന്നെ അവർക്ക് ഇവിടെ വളർന്ന തലമുറകൾക്ക് ഒരുപാട് കഴിവുള്ള പ്രതിഭകളുണ്ട്. ആ പ്രതിഭകളെയെല്ലാം നിങ്ങൾ അംഗീകരിക്കുക. അവർക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ, മാനങ്ങൾ അവർക്ക് കൊടുക്കുക. അവരെ നിങ്ങളുടെ മനസ്സിൻ്റെ ദുഷിച്ച ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ മാറ്റുക. ഞങ്ങളെ മനുഷ്യരായി കാണുക. ധനുജകുമാരി വീണ്ടും എഴുതുകയാണ്. പറഞ്ഞു തീരാത്ത ചെങ്കൽച്ചൂളയിലെ ജീവിതകഥകളുടെ 2ാം ഭാഗം. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.